ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ദ ഫൂൾ കാർഡാണ്. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു യഥാർത്ഥ സത്യം എന്താണ്, അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് വളരെ സ്വാഭാവികമായിട്ടും വളരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒക്കെ ആയിരിക്കാം. ഒരു യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഹൃദയം പറയുന്നതനുസരിച്ച് ഒരു ഫ്ലോയുടെ ഒപ്പം നിങ്ങൾ പോയി അങ്ങനെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ എത്തും, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്ന് സാരം. അപ്പം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായ സത്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. അതായത് ഈ ബന്ധത്തിനുള്ളിൽ പൂർണ്ണമായി പറയാൻ കഴിയാത്ത വികാരങ്ങളും ചിന്തകളും ഉണ്ട്. രണ്ടുപേർക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അത് ആ കാര്യങ്ങളെല്ലാം ഇവർ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തുറന്നു പറയാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഫിയർ ഉണ്ട്. പഴയ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ഫിയർ ആകാം, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആശങ്ക കൊണ്ടാകാം. എന്തായാലും അതാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, ഡൗട്ട് ഉണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് വളരെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇത് ശരിയായ ഒരു ബന്ധമാണോ, ഇത് ഫ്യൂച്ചറിലേക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തുറന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ പലതും അവർ മനസ്സിൽ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റക്കായിട്ട് തോന്നുന്നത്. അപ്പം ഈ ബന്ധം ഒരു മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലതാനും. സ്ലോ ആയാലും സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർക്ക് നല്ല രീതിയിൽ ഒരു ചിന്തയുണ്ട്. 2 of Wandsന്റെ കാർഡ് നമുക്ക് അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അവർക്ക് ഒരു ചിന്തകളുണ്ട്, അതിനെക്കുറിച്ച് അവർ വിചാരിക്കുന്നുണ്ട്, പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പല പല ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഇവർ നോക്കുന്നുണ്ട്, പല ഡയറക്ഷനിൽ നിന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇവർ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ 10 of Pentaclesന്റെ ഒരു എനർജി പറയുമ്പോഴത്തേക്ക് ഈ ബന്ധത്തിന് ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ക്ലാരിറ്റി ഇല്ല, ഈ ഒരു രീതിയിലൊക്കെയാണ് റിലേഷൻ പോകുന്നതെങ്കിലും ഇതിനൊരു ലോങ് ടൈം സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, സെക്യൂർ ഫ്യൂച്ചർ, ഇതെല്ലാം ഈ വരാനുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ബന്ധത്തിൽ വളരെയധികം നിങ്ങളോട് അവർക്ക് വളരെയധികം കെയർ ഉണ്ട്. ഒരു പ്രാക്ടിക്കൽ ലവ് ആണ് അവർക്കുള്ളത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ലവ് അല്ല, ഒരു പ്രാക്ടിക്കൽ ലവ് ഉണ്ട്. അതുപോലെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാക്കുകളിലൊക്കെ കുറവാണെങ്കിലും ആക്ഷനിൽ അവർ വളരെയധികം കെയർ കാണിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളോട് നല്ല രീതിയിലുള്ള അട്രാക്ഷൻസ് ഉണ്ട് അവർക്ക്. ഒരു വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഒരു സ്പാർക്ക് കിട്ടിയിട്ട് തന്നെയാണ് അവരിതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ലൈവായിട്ട് നിൽക്കുന്നത്. അവർക്കൊരിക്കലും ഈ ഒരു ബന്ധം ഒരു ബോറായിട്ടും തോന്നിയിട്ടില്ല. എങ്കിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകണം, ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ളതിന്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. അതിനാൽ അവർക്ക് കുറച്ച് ഫീലിങ്സ് ടൈറ്റ് ചെയ്ത് അവർ പിടിക്കുന്നു, ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. സംടൈംസ് അവർ വളരെ പൊസസീവ് എനർജിയിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു നല്ല ഫ്ലോയിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ബാലൻസ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. എന്നാൽ അങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കേണ്ടി വന്ന ഇമോഷൻസ് എല്ലാം ഓപ്പൺ അപ്പ് ആയി പോകും എന്നൊക്കെ അവർ പേടിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരാൾ കൂടുതൽ കൊടുക്കുന്നു, ഈ റിലേഷൻഷിപ്പിലേക്ക് എഫേർട്ട് ഇടുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ബന്ധം വളരാൻ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് എംപ്രസ് കാർഡാണ്. അപ്പം ഈ ബന്ധം എന്തായാലും മുന്നോട്ട് വളരാനുള്ള ഒരു ബന്ധമാണ്. അത് തീർന്നു പോകാനുള്ള ഒന്നല്ല. കെയർ ഉണ്ടാവും അതിനകത്ത്, ലവ്, ഇമോഷൻ, അബണ്ടൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ
ഈ ഒരു ബന്ധത്തില് നല്ല സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, ലോങ് ടൈം പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ തുറന്ന ഒരു സത്യങ്ങളൊന്നും തുറന്നു പറയാതെ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു പേടി കാരണമാണ്. അവർക്കൊരു ഫിയർ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്കിത് തുറന്ന് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട അവർക്ക് ഒരു പേടി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അതായത് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഒടുവിൽ ഇവരെ നഷ്ടപ്പെട്ടാൽ ഞാൻ കംപ്ലീറ്റ്ലി തകർന്നു പോകുമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ്. അതിനാലാണ് അവർ ഫീലിങ്സ് ടൈറ്റാക്കി പിടിച്ചു വെക്കുന്നത്. ഒരു കുറച്ചായിട്ട് ഇവർ പുറത്തേക്ക് വിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഒത്തിരി ഓപ്പൺ ആകാതെ നിൽക്കുന്നതും കുറേ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഡീപ്പായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നു അവർ മൊത്തത്തിൽ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൾണറബിൾ ആകും എന്ന് അവർ കരുതുകയാണ്. അവർ ഓവർ തിങ്ക് ചെയ്യുകയാണ്. അപ്പം പിന്നെ വരുമ്പോൾ ഒരു പഴയ പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പിലെ വേദന വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി ഇവിടെ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. മുൻപ് ഞാൻ ഒരാളെ വിശ്വസിച്ചു, അവസാനം അതെനിക്ക് ഹർട്ടായി, ഇവിടെയും അത് തന്നെ സംഭവിക്കുമോ എന്ന് ഈ ഒരു പേഴ്സൺ വളരെയധികം പേടിക്കുകയാണ്. അപ്പോൾ ഒരു പഴയ പാസ്റ്റിലുണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാം, ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആകാം, എന്ത് തന്നെ ആയാലും ആ ഒരു ട്രോമ ഇതുവരെ അവർക്ക് ഹീൽ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജെനുവിൻ ആയാലും ആ ഒരു പഴയ വിഷമം ഇപ്പോഴും അവരുടെ മൈൻഡിലുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഫീൽ ആകുന്നത്. പിന്നെ ഒരു തെറ്റായ തീരുമാനം എടുക്കേണ്ടി വന്നതാണോ, ഇതൊരു തെറ്റായ തീരുമാനമാണോ, ഇതിപ്പോ റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ അല്ലേ ഇത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് ശരിയായ വ്യക്തിയാണോ, ഇപ്പൊ ഈ ഒരു സമയത്ത് കമ്മിറ്റ്മെന്റ് ചെയ്താൽ ലേറ്ററിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ, എനിക്ക് കുറ്റബോധം ഉണ്ടാകുമോ എന്നൊക്കെ ഇവർ ഓവർ തിങ്കിങ് ആണ്. അപ്പൊ അവരുടെ ഹാർട്ട് പറയുന്നത് യെസ് എന്നാണെങ്കിലും അവരുടെ ബ്രെയിൻ പറയുകയാണ് വെയിറ്റ് ചെയ്യുക, പ്രാക്ടിക്കൽ ആകുക, വെയിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർക്ക് ഇങ്ങനെ കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അവർക്ക് റിലേഷൻഷിപ്പിൽ സീരിയസ് ആയാൽ ഫാമിലി, ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വരും. അപ്പോൾ ഇവർ റെസ്പോൺസിബിലിറ്റീസിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ കമ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഫോളോ ചെയ്ത് കൊണ്ടുകൊണ്ട് വരും എന്നവർക്കറിയാം. അപ്പോൾ എനിക്കതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പറ്റുമോ, എനിക്കതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ് അവർക്കൊരു ഡൗട്ട്. അപ്പോൾ സ്നേഹത്തെക്കാൾ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ കൂടുതൽ പേടിക്കുന്നത്. സ്നേഹിക്കുക, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നതിനേക്കാളും റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നവർ പേടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വികാരങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഫീലിങ്സുകൾ അവർക്കുണ്ടാകുന്നവർക്ക് ഒത്തിരി ഫീലിങ്സുകൾ നിങ്ങളോടുണ്ട്, അതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ താനൊരു വീക്കായിട്ടുള്ള ഒരു ബാലിശമായിട്ടുള്ള ഒരാളാണോ എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്യുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പെയിൻ പറഞ്ഞാൽ, അല്ലെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ എന്നെ ഒരു വീക്കായി കാണുമോ, ഒരു സ്ട്രോങ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരെപ്പോൾ ശ്രമിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു സൈലന്റ് ചൂസ് ചെയ്യുന്നത്. സൈലന്റ് മോഡിലേക്ക് പോകുമ്പോൾ അവർ സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ അതുവഴി. അപ്പം പിന്നെ ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് വളരെ ഫ്രീഡവും ഫോക്കസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ ഒരു കരിയർ വൈസ് ആയിക്കോട്ടെ എന്തൊക്കെയോ ഇവർക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ഒരു ബാലൻസും കാര്യങ്ങളും ആ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ലൈഫിൽ എല്ലാം ബാലൻസിൽ വേണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ഡീപ്പായിട്ട് ഇറങ്ങാതെ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരു മിനിമൈസ് ചെയ്ത് നിൽക്കാനായിട്ട്, ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പം വളരെ ഒരു കൺഫ്യൂസ്ഡ് ആയ സ്റ്റേജിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ഇവർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി ഞാൻ ക്ലിയർ അല്ലെങ്കിൽ ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സണെ തന്നെ ഈ വ്യക്തി സംശയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ തന്നെ ഈ വ്യക്തി റോങ് ആയിട്ട് കാണുകയാണ്. ഞാൻ അത്ര ബെറ്റർ ഒന്നുമല്ല, ഈ പേഴ്സൺ ഇതിലും നല്ലത് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. അതുവരെ ആ ഒരു അത്ര ലെവലിൽ വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതും അവരെ ഒരു പേടിപ്പിക്കുന്നുണ്ട്. ഒരു സൈലന്റ് ആയിട്ട് അവർ മാറി നിൽക്കുന്നതിന് ഒരു കാരണം അതാണ്. അതൊരു തെറ്റായ ഒരു വിശ്വാസമാണ് അവരുടെ, എങ്കിൽ കൂടിയും അവർ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലും ഇത്ര ഒരു കെയർ ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വളരെയധികം കെയർ ചെയ്യുന്നു, അവരുടെ കൊച്ചു കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നു, എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു, അല്ലെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. പക്ഷെ അത്രയും ഒരു റിട്ടേൺ ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയുമോ, അല്ലെങ്കിൽ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ കഴിയുമോ, ഇപ്പോൾ കഴിയുന്നുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ഡൗട്ട് അടിക്കണം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നൊരു ഗിൽറ്റ് അവർക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു കാരണം വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത്
ഇവര് പേടിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഞാൻ ടോട്ടലി ഈ ഒരു ലവില് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ് പോയാൽ എൻ്റെ ഒരു ഇമോഷൻസ് എന്നെ കൺട്രോൾ ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്നേഹിക്കുകയും എനിക്കുള്ളതെല്ലാം നിങ്ങൾ എടുത്തോ എന്ന് പറയുകയും അവർക്ക് വേണ്ടി മാത്രം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു പാസ്റ്റിൽ. അപ്പം പാസ്റ്റിൽ അവർക്ക് എന്തൊക്കെയോ കുറേ തിരിച്ചടികൾ കിട്ടിയതിന് ശേഷം അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറി. അവർ ആ ഒരു ട്രോമയിൽ നിന്ന് ഹീൽ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പേടിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അത് തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒത്തിരി ഡീപ്പായി ഞാൻ പോയതിന് ശേഷം ഞാനിപ്പോൾ ടോട്ടലി ഇതിലേക്ക് പോയി എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാതെ വരുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ താൻ മൊത്തത്തിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു പേഴ്സണെ വിട്ടു പോയാൽ അവർ മൊത്തത്തിൽ തകർന്നു പോകും എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനി ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അവർ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ കൺട്രോൾ ലൂസ് ചെയ്യാനായിട്ട് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഉള്ള മൂവ്സ് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ മറച്ചു പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും പലപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവര് മറച്ചു പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒത്തിരി ഡീപ്പായിട്ട് ഇവർ വരുന്നില്ല, ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നത് പോലെ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവരെ പേടിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതിനുള്ള കാരണം. അപ്പൊ ഇവരുടെ ഒരു ഫിയർ ഒക്കെ നിങ്ങൾ കാരണമല്ല എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ നിങ്ങളുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ഇവർക്കുള്ളത്, അല്ലെങ്കിൽ ഇവരിങ്ങനെ പെരുമാറുന്നതിന്റെ കാരണക്കാരൻ നിങ്ങളല്ല. അത് അവരുടെ ഒരു പാസ്റ്റിലുള്ള ട്രോമാസ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ്, പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി, പ്രഷർ, ഇതൊക്കെ കാരണമാണ് ഇവർക്ക് ഈ തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പേഴ്സണെ ഇതൊന്ന് മാറ്റാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവരോട് ഒരു ആൻസറിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ആൻസർ പറയൂ, യെസ് ഓർ നോ, അല്ലെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി തരും, ഇങ്ങനെ ചോദിക്കും. അപ്പൊ അവര് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയോ അതൊന്നും അവർ തരാനായിട്ട് നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഫോഴ്സ് ചെയ്യും. എന്താണ് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം, അതിന് എന്താ മറുപടി പറയുന്ന വെച്ചാൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യും. അപ്പം അത്തരത്തില് ഈ ഒരു പേഴ്സണെ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. അത് വീണ്ടും അവർക്ക് ഡിറ്റാച്ച്മെന്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരിക്കലും ഈ ഒരു അവര് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു ട്രോമയിലേക്ക് പോകാതെ, നിങ്ങളെ ലൂസ് ചെയ്യാതെ നിങ്ങൾ നോക്കണം. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. പിന്നെ ക്ലാരിറ്റി വേണം എന്ന് പറയണം ആ ഒരു പേഴ്സണോട്. പക്ഷെ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യുകയോ ആർഗ്യുമെന്റ്സ് നടത്തുകയോ ഒന്നും ചെയ്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കാമായിട്ട് നിന്നുകൊണ്ട് ഒരു ക്ലാരിറ്റി വേണമെന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ അതുവഴി മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരിക്കലും ഒറ്റയ്ക്ക് സാധ്യമല്ല. ആ ഒരു പേഴ്സണും കൂടി വിചാരിക്കണം, ഇത് മാറ്റിയെടുക്കണം, എനിക്കിതിലേക്ക് പോകണം, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡീപ്പിലേക്ക് പോകണം എന്നൊക്കെ ഈ ഒരു പേഴ്സണും കൂടി വിചാരിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ആർഗ്യുമെന്റ്സ് കഴിഞ്ഞൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒരു കാമായി നിൽക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളിപ്പം എന്തായാലും റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു പറഞ്ഞതിന് ശേഷം വീണ്ടും അത് തുടർന്ന് പോകാതെ കാമായി നിലകൊള്ളാനായിട്ട് പരമാവധി ആർഗ്യുമെന്റ്സിൽ നിങ്ങൾ കാമായിട്ട് നിലകൊള്ളാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു സഡൻ ഡിസ്റ്റൻസ് ഒരിക്കലും ഈ ഒരു പേഴ്സണ് കൊടുക്കരുത് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ നിർത്തി പോവുക, പെട്ടെന്ന് തന്നെ മാറുക, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അവര്
വീണ്ടും അവർക്ക് ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ കൂടുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, എനിക്കുള്ളതല്ല എന്നൊക്കെ അവരുടെ ചിന്തയെ അത് ഉറപ്പിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതിൽ നിൽക്കുന്നത് കാണുമ്പോഴാണ് അവർ കൂടുതൽ കൂടുതൽ ഹീലായിട്ട് ഈ ഒരു റിലേഷനിലേക്ക് വീണ്ടും ഇറങ്ങി വരാനുള്ള ഒരു ചാൻസ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് തുറന്ന് ഒരു പ്രഷർ കൊടുക്കാതെ അത് നല്ല മാന്യമായിട്ട് ജെന്റിലായിട്ട് കാര്യങ്ങൾ പറയുക. പിന്നെ ഇപ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം, ഇപ്പോൾ തന്നെ ഒരു കാര്യങ്ങൾ പറയണം എന്നുള്ള ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അത് അവരുടെ ആ മെന്റൽ ഫിയറിനെ കൂടുതൽ ഇൻക്രീസ് ചെയ്യും. കൂടുതൽ അവർക്ക് തോന്നും, ആ ഒരു മെന്റൽ ഫിയർ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി ചോദിക്കുക, വളരെയധികം ഇമോഷണൽ പുഷ് കൊടുക്കാതിരിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു പേഴ്സൺ. ഇനി ഈ ഫിയർ നിങ്ങൾ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാരണം തന്നെ ഇതൊരു പഴയ പെയിനാണ്, ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി അല്ല, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും യാതൊരു ചാൻസും ഇല്ല. അപ്പം ഒരു സെൽഫ് അവയർനെസ് നിങ്ങൾക്കുണ്ടാവുക. ആ ഒരു സെൽഫ് അവയർനെസ്സിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് പതിയെ ഹീലിംഗിലേക്ക് ഈ ഒരു പേഴ്സണെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് എത്ര ഒരു ടൈം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡുകൾ വെച്ചിട്ട് പറയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു വീക്സ് ഒന്നുമല്ല, കുറച്ച് മന്ത്സ് എടുക്കും എന്നുള്ളത് തന്നെയാണ്. ടാരോട്ട് എനർജി വെച്ചിട്ട് നമുക്ക് അതാണ് പറയാനായിട്ട് പറ്റുന്നത്. ഒരു പെട്ടെന്ന് തന്നെ ഒരു ഓവർനൈറ്റ് കൊണ്ടൊന്നും ഇവർക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം സാധ്യതകളുണ്ട്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു പെട്ടെന്ന് നടക്കുമെന്ന് ആരും വിചാരിക്കരുത്, അതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ എന്തിനും എപ്പോഴും ഏതിനും കൂടെ ഉണ്ടാവും, അവരെ കളഞ്ഞിട്ട് പോകില്ല എന്നുള്ള ഒരു സെക്യൂർ ഫീലിങ്സ് ഈ ഒരു പേഴ്സണ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം, ഈ ഒരു പേടിയും കാര്യങ്ങളും ടെൻഷനും കൺഫ്യൂഷനും എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എങ്കിൽ കൂടിയും ഈ ഒരു ഫിയർ മാറാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറാനായിട്ട് കൂടുതലും പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്, നിങ്ങളെ ആശ്രയിച്ചല്ല ഇതിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു ബൗണ്ടറീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവർ പല കാര്യങ്ങളും നിങ്ങൾ സംസാരത്തിലൂടെ പറയുന്ന അതല്ല ഇവരുടെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇവർ ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മൂവ് എടുത്ത് സംസാരിക്കും. അപ്പൊ അതല്ല ഇവരുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇവരുടെ വാക്കുകൾ വെച്ചിട്ട് ഇവരെ വിലയിരുത്താനായിട്ട് നിൽക്കരുത്, ഇവരുടെ ആക്ഷൻസ് വെച്ചിട്ട് വേണം ഇവരെ വിലയിരുത്താനായിട്ട്. ഇവർ ചെയ്യുന്ന ഓരോ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രമാത്രം ഡീപ്പിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നടത്തി നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലോങ് ഹെയർ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. നിങ്ങൾക്ക് പേഴ്സണോ നിങ്ങൾക്കൊക്കെ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 25 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 55, അതുപോലെ തന്നെ നമ്പർ 2, ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ റോസ് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 4, നമ്പർ 24, നമ്പർ 23, ആർട്ടിസ്റ്റ്, ബേക്കർ, 1988, വയനാട് ജില്ല, പെയിന്റിംഗ്, ലെറ്റർ ഐ, ജൂലൈ മന്ത്, number 22, number 43, number 25, Ernakulam Jilla, 1992, number 41, number 46, white butterflies. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി വൈറ്റ് ബട്ടർഫ്ലൈസിനെയൊക്കെ ഒരുമിച്ച് കാണാറുണ്ടായിരിക്കാം. കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് ബ്യൂട്ടിഫുൾ ഐസ്. എന്തെങ്കിലും പ്രത്യേകത നിങ്ങളുടെ പേഴ്സന്റെ കണ്ണുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നല്ല മനോഹരമായ കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.